ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും ചിത്രത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 6900 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും ഓറഞ്ച് അലേർട്ട് തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെ പറയാം. പല സ്ഥലങ്ങളിലും 10ഉം 14ഉം ഷോകൾ കാണാൻ കഴിയുന്നു. എറണാകുളത്ത് വനിതാ വിനീതയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12ഓളം ഷോകളാണ് കാണാൻ കഴിയുന്നത്. അതിനകത്തിൽ 3 ഷോകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളും ഒരെണ്ണം ഹൗസ്ഫുൾ ഷോയുമായിരിക്കുന്നു. അത് വൈകുന്നേരത്തെ 8:10 ഓൾറെഡി ഫുള്ളായിരിക്കുന്നു. അത് തന്നെയാണ് രസകരം. സാധാരണ മോർണിംഗ് ഷോ ഹൗസ്ഫുള്ളായി കാണാറുന്നത് സാധാരണയാണ്. പക്ഷേ ഇവിടെ നൈറ്റ് ഷോ ആദ്യം തന്നെ ഹൗസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു ഹൈപ്പില്ലാത്ത ഒരു സിനിമയായിട്ട് തന്നെയാണ് തുടരും എന്ന ചിത്രം വരുന്നത്. പക്ഷേ ബുക്കിംഗ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് മോഹൻലാൽ പവർ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നമുക്ക് എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തണം. അവിടെ നമുക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല. ഇവിടെ മികച്ച രീതിയിൽ കവിതയിൽ 5ഓളം ഷോകൾ, മോർണിംഗ് ഷോ ഏകദേശം 1200ഓളം ആളുകൾ കയറുന്ന ആ ഒരു ഷോയ്ക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു. രാവിലെ 10 മണിയുടെ ഷോയ്ക്ക് ഇതേപോലെ ഫാൻ ഷോ കാര്യങ്ങളുമൊന്നും അങ്ങനെയുള്ള ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു സിനിമ വരുന്നത് 10 മണിക്ക് റിലീസ് ചെയ്യുന്നു. ഫസ്റ്റ് ഡേ റെക്കോർഡ് തൂക്കാനോ അല്ലാത്ത ഒരു കാര്യത്തിനും ഈ സിനിമ ശ്രമിക്കുന്നു പോലുമില്ല. പക്ഷേ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു തരത്തിലാണ് പോകുന്നത്. അതായത് അമ്മാതിരി കൊടൂര ഓറഞ്ച് അലേർട്ട് തന്നെയാണ്. പലയിടത്തും ടിക്കറ്റ് അല്ലെങ്കിൽ ഷോകൾ ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 7000-അടുത്തുള്ള ടിക്കറ്റുകളും രാവിലെ അല്ലെങ്കിൽ 10 മണിക്ക് തന്നെ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 10 മണിക്കൊന്നും വന്നില്ല. അതിനുശേഷമുള്ള മണിക്കൂറിൽ 9890ഓളം ടിക്കറ്റുകൾ ഒരു മണിക്കൂറിൽ വിറ്റുപോയി എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ട്വിറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോകുന്നത്. ആദ്യ ദിനം തന്നെ സിനിമ വമ്പൻ റെക്കോർഡ് തൂക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള തരത്തിൽ മോഹൻലാലിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വെച്ചേക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് അടുത്ത 100 കോടി എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ കാത്തിരിക്കാം. വലിയ തട്ടുപൊളിപ്പിനോ വലിയ സംഭവങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. സാധാരണക്കാരുടെ സിനിമ മതി. അതാണ് ജനങ്ങൾ പറയുന്നത്. അതും മോഹൻലാലാണെങ്കിൽ ഡബിൾ ഓക്കെ എന്നുള്ളത്. അപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ നേരത്തെ ഒന്ന് പറയാം. ഇനിയും അതല്ല, നിങ്ങൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.